ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും റെയിൽവേയുടെ വികസന പദ്ധതികൾ വരുമ്പോൾ ഈ സ്റ്റോക്കുകൾക്ക് ഗുണം കിട്ടും. അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്നത്തെ വീഡിയോ നോക്കി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് ഇന്ത്യൻ റെയിൽവേയുടെ IRCTC എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെയാണ്. നമുക്കറിയാം IRCTCയുടെ ലിസ്റ്റിംഗ് നമുക്ക് കണ്ടതാണ്. ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 51,668 കോടി രൂപയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ ടൂറിസവും അതുപോലെ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട മേഖല തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ 646 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്കിന്റെ ഹൈ നോക്കുകയാണെങ്കിൽ 775 രൂപയും 557 രൂപ ലോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ പി എന്ന് പറയുന്നത് 52.4 ആണ് സ്റ്റോക്കിന്റെ പി. ബുക്ക് വാല്യൂ 31 രൂപയാണ് ബുക്ക് വാല്യൂ. ഡിവിഡന്റ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 0.54% ആണ് ഡിവിഡന്റ് ഈൽഡ്. ROയിലേക്ക് നോക്കുമ്പോൾ 45.2% ROI കാണാൻ സാധിക്കുന്നുണ്ട്. ROC 59%. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞ 2 രൂപ ഫേസ് വാല്യൂ ആണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കമ്പനിയുടെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ആണ് പ്രതീക്ഷിക്കുന്നത്. 5 വർഷത്തെ CAGR നോക്കുകയാണെങ്കിൽ 34.9% ഉണ്ട്. അതുപോലെ ROE നോക്കുകയാണെങ്കിൽ 34.6% ഡിവിഡന്റ് പേ ഔട്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പോലും കമ്പനിയുടെ നെഗറ്റീവ് സൈഡുകൾ പരിശോധിക്കുമ്പോൾ 20.8 ടൈംസ് ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് ഡിക്രീസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കണം. ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1006 കോടി ആണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നത്. EPSലേക്ക് നോക്കുമ്പോൾ 12.57 EPS ഉണ്ട്. ഡിവിഡന്റ് പേ ഔട്ട് 44% ഡിവിഡന്റ് പേ ഔട്ട് നടത്തുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് 62.4% പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്. FIയുടെ ഹോൾഡിംഗ്സ് 6.53 ആണ്. അതുപോലെ DA 10.6% DA ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് 21% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കമ്പനി നോക്കുകയാണെങ്കിൽ റൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ആണ്. റെയിൽവേ ഉൾപ്പെടെയുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1974 സ്ഥാപിതമാകുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തത് 375 രൂപയിലും. അതുപോലെ 52 വീക്കിന്റെ ഹൈ നോക്കുകയാണെങ്കിൽ 433 രൂപയും ലോ നോക്കുമ്പോൾ 226 രൂപയാണ്. ഡിവിഡന്റ് പേ ഔട്ട് നല്ല രീതിയിൽ ഡിവിഡന്റ് പേ ഔട്ട് ഉണ്ട്. 4.53% ഡിവിഡന്റ് പേ ഔട്ട് നൽകുന്നുണ്ട്. ഫേസ് വാല്യൂക്ക് നോക്കുമ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 108 ആണ് ബുക്ക് വാല്യൂ. അതുപോലെ ROI നോക്കുമ്പോൾ 21.3% ROI നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോക്കിന്റെ PE നോക്കുമ്പോൾ 16.6 ആണ് സ്റ്റോക്കിന്റെ PE. അതുപോലെ തന്നെ ROC നോക്കുമ്പോൾ 30.5% ROC നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റോക്കിന്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. കമ്പനിയുടെ പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളും പരിശോധിക്കുക. അപ്പോൾ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഡിവിഡന്റ് പേ ഔട്ട് തന്നെയാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 11.9% കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ കമ്പാരിസേഷൻ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. L&T പോലുള്ള കമ്പനികളും അതുപോലെ HFCL പോലുള്ള കമ്പനികളൊക്കെ കമ്പാരിസേഷൻ ചാർട്ടിലുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റും ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇയറിനെ നോക്കുമ്പോൾ 539 CR നിന്ന് 571 CR നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. EPS എന്ന് പറയുന്നത് എനി പെർ ഷെയർ എന്ന് പറയുന്നത് 22.56 ആണ്. ഡിവിഡന്റ് പേ ഔട്ട് 53% കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 5 കൊല്ലത്തിൽ 10% കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 കൊല്ലത്തിൽ നെഗറ്റീവിലാണ് പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ 72.20% പ്രൊമോട്ടേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. FIA 3.37% FIA ഹോൾഡ് ചെയ്യുന്നുണ്ട്. DAയുടെ ഹോൾഡിംഗ്സ് 15.89% DAയുടെ ഹോൾഡിംഗ്സ് ഉണ്ട്. പബ്ലിക് 8.53% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ടിറ്റാഗാർഡ് വാഗൺസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ കമ്പനി സ്ഥാപിതമാകുന്നത് 1997 പ്രധാനമായിട്ടും റെയിൽവേയുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് ഈ കമ്പനിയാണ് ചെയ്യുന്നത്. പാസഞ്ചർ കോച്ചുകൾ, അതുപോലെ മെട്രോ ട്രെയിൻ ഇലക്ട്രിക്കൽ, അതുപോലെ വലിയ എക്യുപ്മെന്റ്, ബ്രിഡ്ജുകൾ,
അതുപോലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഷിപ്പുകളൊക്കെ ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുവാണെങ്കിൽ 470 CRന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 416 രൂപയിലാണ്. ലോ നോക്കുമ്പോൾ 93 രൂപയിൽ നിന്ന് 427 രൂപയിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത് ഡിവിഡന്റ് പേ ഔട്ട്, ഡിവിഡന്റ് ഈൽഡിന്റെ കാര്യത്തിൽ 0% കാണാൻ സാധിക്കുന്നുണ്ട്. ബുക്ക് വാല്യൂ 80 രൂപയാണ്. ROE നോക്കുമ്പോൾ 14.9% ROE ഉണ്ട്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 2 രൂപ ഫേസ് വാല്യൂ ഉണ്ട്. ROC 17.6%. ROC നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനി നെഗറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 5.6 ടൈംസ് ഇൻ ബുക്ക് വാല്യൂലാണ്. അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡെപ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്വാർട്ടറിലെ ഒരു ഗുഡ് ക്വാർട്ടർ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 21.4 CAGR കഴിഞ്ഞ 5 വർഷത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കമ്പനിയുടെ പോസിറ്റീവ് സൈഡുകളാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കുക. നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 126 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നെഗറ്റീവിലായിരുന്നു. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ കുറെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ 2023 മാർച്ചിൽ വന്നപ്പോൾ മാത്രം കമ്പനി 126 കോടിയിലേക്ക് പ്രോഫിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. EPS നോക്കുമ്പോൾ 10.89 EPS ഉണ്ട്. ഡിവിഡന്റ് പേ ഔട്ട് നമ്മൾക്ക് ഈൽഡ് കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കാം. എങ്ങനെയാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് 50% താഴെയായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 47.82% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. FIയുടെ ഹോൾഡിംഗ്സ് 6%, 6.7% DAയുടെ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ 6.61%. ഗവൺമെന്റിന്റെ ഹോൾഡിംഗ്സ് 0.1 എന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. പബ്ലിക് 39.48% പബ്ലിക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ റെയിൽ വികാസ് നിഗം എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 2023 ഈ കമ്പനി സ്ഥാപിതമാകുന്നത്. റെയിൽവേയുടെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകളൊക്കെ ചെയ്യുന്നതും അതുപോലെ പ്രധാനപ്പെട്ട ലൈനുകളും അതുപോലെ മറ്റു മേജർ ആയിട്ടുള്ള ബ്രിഡ്ജുകളും വർക്ക്ഷോപ്പിലെ കാര്യങ്ങളും പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ കമ്പനി തന്നെയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 25,813 CR ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 124 രൂപയിലാണ്. സ്റ്റോക്കിന്റെ ലോ നോക്കുമ്പോൾ 29 രൂപയിൽ നിന്ന് ചെറിയ രൂപയിൽ നിന്ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. 144 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. ഡിവിഡന്റ് ഈൽഡ് 1.48% ഡിവിഡന്റ് ഈൽഡ് ഉണ്ട്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ ഫേസ് വാല്യൂ ഉണ്ട്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 35 രൂപയുടെ ബുക്ക് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ROE നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ 20.7% റിട്ടേൺ ഇക്വിറ്റി ഉണ്ട്. സ്റ്റോക്കിന്റെ P എന്ന് പറയുന്നത് 18.2 ആണ്. ROC നോക്കുമ്പോൾ 17% ROC നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ പോസിറ്റീവ് ആയ സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഗുഡ് ആയിട്ടുള്ള CAGR തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഡിവിഡന്റ് പേ ഔട്ട് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യം നെഗറ്റീവ് സൈഡുകൾ നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 1421 CR നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 2015 മുതൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി വരുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് പരിശോധിക്കേണ്ടത്. ഈ ഹോൾഡിംഗ്സ് പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ്സ് 78.2% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. DAയുടെ ഹോൾഡിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ 6.51% DA ഹോൾഡ് ചെയ്യുന്നുണ്ട്. FI 1.53% FI ഹോൾഡ് ചെയ്യുന്നു. 2022 നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിനെ നോക്കുമ്പോൾ DA ഡിക്രീസ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക് 13.76% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ IRFC എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. റെയിൽവേയുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന റെയിൽവേക്ക് കടം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 43,217 CR ആണ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 33 രൂപയിലും അതുപോലെ 52 ഹൈ നോക്കുമ്പോൾ 37 രൂപ ഹൈയും 19 രൂപ 3 ലോ ആയിട്ട് പോയിരിക്കുന്നത്. സ്റ്റോക്കിന്റെ P 6.83 ആണ്. ബുക്ക് വാല്യൂ 34 ആണ്. ബുക്ക് വാല്യൂ താഴെ വളരെ തൊട്ട് താഴെയായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഡിവിഡന്റ് ഈൽഡിന്റെ കാര്യം നോക്കുമ്പോൾ 4.24% ഡിവിഡന്റ് ഈൽഡ് ഉണ്ട്. ഫേസ് വാല്യൂ 10 രൂപയാണ്. ROCയിലേക്ക് നോക്കുമ്പോൾ ROC നോക്കുന്നത് 5.3% ആയിട്ടുണ്ട്. ROE എന്ന് പറയുന്നത് 17.4% ROE ആണ് ഈ സ്റ്റോക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ മുകളിലായിട്ട് 0.95 ടൈംസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ കമ്പനിയുടെ ഡിവിഡന്റ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 4.24% ഡിവിഡന്റ് ഈൽഡ് ഉണ്ട്. CAGR നോക്കുമ്പോൾ 25.3% CAGR നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ നെഗറ്റീവ് സൈഡുകൾ നോക്കുമ്പോൾ കമ്പനി ലോ ഇൻഡസ്ട്രി കവറേജ് റേഷ്യോ ആണ്. അതുപോലെ ടാക്സ് റേറ്റ് ലോ ആണെന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കമ്പനിയുടെ നെഗറ്റീവ് സൈഡിലേക്ക് വരുന്നതാണ്. കമ്പനിയുടെ പ്രോഫിറ്റും ആൻഡ് ലോസും നമ്മൾ നോക്കണം, പരിശോധിക്കണം. അപ്പോൾ
നല്ല രീതിയിലുള്ള നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6337 CR നെറ്റ് പ്രോഫിറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇൻക്രീസ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആ ഒരു 5 സ്റ്റോക്കുകളാണ് തന്നിരിക്കുന്നത്. ഈ 5 സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ അനാലിസിസ് നടത്തിക്കൊണ്ട് ഈ സ്റ്റോക്കുകളിലൊക്കെ ഭാവിയിൽ നല്ല രീതിയിലുള്ള ഇൻക്രീസ് ആകാൻ സാധ്യതയുണ്ടോ, അതോ നെഗറ്റീവ് ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് പോകുമോ എന്നൊക്കെ ഇൻഡിവിജ്വലായിട്ട് അനലൈസിസ് ചെയ്തുകൊണ്ട് മാത്രം ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുകൾ സ്വീകരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.